പെൻഷൻ ശമ്പള വിതരണം മൂന്നാം ദിനത്തിലും പ്രതിസന്ധിയിൽ. ഉച്ചവരെ സംസ്ഥാനത്തെ ട്രഷറി ആവശ്യപ്പെട്ട 83.89 കോടിയിൽ 52.92 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. ചില്ലറയുടെ ദൗർലഭ്യവും പെൻഷൻകാരെ വലച്ചു. കഴിഞ്ഞ 2 ദിവസത്തെ പോലെ രാവിലെ മുതൽ ട്രഷറികൾക്ക് മുന്നിൽ വലിയ ക്യൂവാണ് മൂന്നാം ദിനവും കാണാനായത്. റിസർവ് ബാങ്കിൽ നിന്നും പണം ലഭിക്കാത്തത് കാരണം ട്രഷറികൾ പെൻഷൻ ശമ്പള വിതരണം ആരംഭിച്ചത് തന്നെ 10 മണിക്ക് ശേഷമായിരുന്നു. പെൻഷൻകാരെ ഇത് ഏറെ വലച്ചു. ട്രഷറിയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര മണിക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നുള്ളത് വരെ അതിനുറപ്പില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അർഹതപ്പെട്ട പണം ചെലവാക്കാൻ കഴിയാത്ത ഒരു ദുസ്ഥിതി ഇത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും തികച്ചും ജനവഞ്ചനയാണ്. ഉച്ചവരെ സംസ്ഥാനത്തെ ട്രഷറികൾ ആവശ്യപ്പെട്ട 83.89 കോടി രൂപയിൽ 52.92 കോടി മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. നഗരപ്രദേശത്തെ ട്രഷറികളെ പ്രതിസന്ധി സാരമായി ബാധിച്ചില്ല. എന്നാൽ ഗ്രാമപ്രദേശത്ത് RBI തുക ലഭ്യമാക്കാത്തത് ട്രഷറികളെയും പെൻഷൻകാരെയും ദുരിതത്തിലാഴ്ത്തി. കരുതൽ ധനം ഉപയോഗിച്ചായിരുന്നു ഇവിടങ്ങളിൽ ട്രഷറികളുടെ പ്രവർത്തനം. ട്രഷറികളിൽ ആവശ്യത്തിന് ചില്ലറയില്ലാത്തതും തിരിച്ചടിയായതായി ട്രഷറി ഉദ്യോഗസ്ഥ പറഞ്ഞു. പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ചില്ലറകൾ കൊടുക്കാൻ കഴിയുന്നില്ല. അവർ ചോദിക്കുന്ന ചില്ലറകളൊന്നും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവരെ വെട്ടി തിരുത്തി ഫിഗർ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് അറ്റസ്റ്റേഷൻ്റെതായിട്ട് വരുന്നുണ്ട്. ഇത് ചെറിയ പെൻഷൻകാരെയും വലച്ചു. എല്ലാവരും 2000 രൂപ റൗണ്ട് ചെയ്ത് എഴുതണമെന്നാണ്. അപ്പം ഞങ്ങളൊക്കെ എല്ലാവരും ഈ ചെറിയ പെൻഷൻകാരാണ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ മാസം എഴുതുന്നത് പോലുള്ള ചില്ലറയൊക്കെയാണ് എഴുതി വന്നേക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ കൊണ്ടിട്ട് വെട്ടണം തിരുത്തണം എന്നൊക്കെയാണ് പറയുന്നത്. മൂന്നാം ദിനത്തിൽ ആകെ 200 കോടിയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. കറൻസി ദൗർലഭ്യം നിലനിൽക്കുന്നതിനാൽ ഇതിൽ ഉച്ചവരെയുള്ള തുക പോലും ലഭിക്കാത്തത് കാരണം പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് പ്രതിസന്ധിയിൽ ചെന്നിത്തലയുടെ പരാമർശത്തിന് തോമസ് ഐസക്കിന്റെ മറുപടി. ചെന്നിത്തലയുടെ നിലപാട് BJP-യുടേതാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ ന്യായീകരിക്കുന്നു. കോൺഗ്രസ് സംസ്ഥാനത്തെ BJP-യുടെ B ടീം ആകരുതെന്നും ഐസക്. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. തങ്ങളുടെ തന്നെ ചെയ്തി കൊണ്ട് നിലപാട് കൊണ്ട് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജാള്യത മറക്കാനുള്ള ശ്രമമാണ് ഈ പ്രസ്താവന എന്ന് പറയുന്നത്. ഡിമോണിറ്റൈസേഷൻ എന്താണെന്ന് അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിക്കണ്ട. പറയുന്നത് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലെന്നാണ്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് വന്നൊരു കുറിപ്പ് തന്നല്ലോ. ആ പറഞ്ഞ കുറിപ്പിൽ എന്ത് കാര്യം ചെയ്യാതിരുന്നിട്ടുള്ളത്? നോട്ട് പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഗൾഫിൽ നിന്നുള്ള NRI റെമിറ്റൻസ് അതിപ്പോൾ കുറയുകയാണ്. ഗൾഫിന് ആരും പണം അയക്കുന്നില്ല. അപ്പം ഗൾഫിൽ നിന്നുള്ള പണം വരുന്നില്ല. റബ്ബറിൻ്റെ വിലയിടിവ്, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, ഇതെല്ലാം കൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അപ്പം ഇത് പഠിച്ചുകൊണ്ട് തൊഴിലാളികൾ, കർഷകർ, സാധാരണക്കാർ, പാവപ്പെട്ടവർ എന്നിവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ആശ്വാസം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ദുരന്ത നിവാരണ പാക്കേജിന് കേരളം മുന്നോട്ട് വരണം. ഈ മാസം 10 മുതൽ 15 വരെ പ്രക്ഷോഭ പരിപാടികൾക്ക് CPIM ആഹ്വാനം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ആഹ്വാനം നൽകിയത്. പ്രാദേശിക തലത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തും. പ്രക്ഷോഭ പരിപാടികളിൽ മുഴുവൻ ജനങ്ങളും അണിനിരക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു. 13,860 കോടി രൂപയുടെ കള്ളപ്പണം വെളിപ്പെടുത്തിയ അഹമ്മദാബാദ് സ്വദേശി മഹേഷ് ഷാ അറസ്റ്റിൽ. ഗുജറാത്തിലെ ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് ആദായ നികുതി വകുപ്പ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. താൻ വെളിപ്പെടുത്തിയ കള്ളപ്പണം ഗുജറാത്തിലെ രാഷ്ട്രീയക്കാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടേതുമാണെന്ന് മഹേഷ് ഷാ പറഞ്ഞു. മൂന്നാം ദിവസവും ശമ്പള വിതരണം ചെയ്യാൻ രാജ്യത്തെ ബാങ്കുകൾക്കും ട്രഷറികൾക്കും വേണ്ടത്ര പണം നൽകാനും റിസർവ് ബാങ്ക് തയ്യാറായില്ല. രാജ്യ തലസ്ഥാനത്ത് അടക്കം മിക്ക ബാങ്കുകളിലും 2 മണിക്കൂറിനുള്ളിൽ പണം തീർന്നു. ദേശീയ പാതകളിൽ ടോൾ ഈടാക്കുന്നത് പുനരാരംഭിച്ചതോടെ മണിക്കൂറുകളാണ് വാഹനങ്ങളുമായി യാത്രക്കാർക്ക് കാത്തുകിടക്കേണ്ടി വന്നത്. മൂന്നാം ദിനവും രാജ്യത്തെ ട്രഷറികളിലും ബാങ്കുകളിലും ആവശ്യത്തിന് പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായില്ല.
ഇതോടെ സ്വകാര്യ സർക്കാർ ജീവനക്കാരുടെ ശമ്പള അക്കൗണ്ടുകളിൽ നിന്ന് പണം നൽകാൻ പോലും ആകാതെ ബാങ്കുകൾ വിഷമിച്ചു. 2 മണിക്കൂറിനകം രാജ്യതലസ്ഥാനത്തെ മിക്ക ബാങ്കുകളിലും പണം തീർന്നു. जितने पॉलिटिक्स के नेता है सारे उन्हीं को लाइन में लगाया जाए, उनको तब पता लगे क्या हो रहा है पब्लिक के साथ, क्या नहीं हो रहा है. सुबह से शाम तक यहाँ पे खड़े रहते हैं. ദേശീയപാതകളിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചതോടെ മണിക്കൂറുകളാണ് വാഹനങ്ങളുമായി കാത്തു നിൽക്കേണ്ടി വന്നത്. ടോൾ പ്ലാസകളിൽ ചില്ലറയില്ലാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി. എന്നാൽ എല്ലാ ടോൾ പ്ലാസകളിലും സ്വീപ്പിംഗ് മെഷീനുകൾ ലഭ്യമാക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പെട്രോൾ, ജലം, വൈദ്യുതി എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാവുന്ന കാലാവധി ഇന്നലെ അർദ്ധരാത്രിയോടെ തീർന്നിരുന്നു. നോട്ട് അസാധുവാക്കലിന് പിന്നാലെ സംസ്ഥാനങ്ങൾക്ക് വൻ വരുമാന നഷ്ടമാണ് ഉണ്ടായതെന്ന് GST കൗൺസിൽ ചർച്ചയിൽ ധനമന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. ഓരോ ദിവസവും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. രാജ്യതലസ്ഥാനത്തെ പ്രമുഖ ബാങ്കുകളിൽ പോലും പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഇതിനും ദയനീയവും. ഇതിന് കൃത്യമായും പരിഹാരം നിർദ്ദേശിക്കാൻ റിസർവ് ബാങ്കിനാകാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് മാറാൻ ക്യൂ നിൽക്കുന്നതിനിടെ യുവതി ബാങ്കിനുള്ളിൽ പ്രസവിച്ചു. ഉത്തർപ്രദേശിലെ ദേഹാത് ജില്ലയിലായിരുന്നു സംഭവം. 2 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഭർത്താവിന്റെ നഷ്ടപരിഹാര തുക വാങ്ങാൻ എത്തിയതായിരുന്നു യുവതി. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ പദ്ധതി കാരണം രാജ്യത്ത് ഒട്ടേറെ പേർ മരണപ്പെട്ട വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ പണത്തിനായി ബാങ്കിൽ ക്യൂ നിൽക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ വാർത്തയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ കാൺപൂർ ദേഹാത് ജില്ലയിലാണ് 30-കാരിയായ സാർവേഷ എന്ന യുവതി പണം പിൻവലിക്കാൻ ബാങ്കിൽ ക്യൂ നിൽക്കുന്നതിനിടയിൽ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഭർത്താവിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക വാങ്ങാൻ ബാങ്കിൽ ക്യൂ നിൽക്കുമ്പോഴായിരുന്നു യുവതിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. എന്നാൽ ബാങ്ക് അധികൃതർ ആംബുലൻസ് വിളിച്ചെങ്കിലും വാഹനമെത്താൻ കാലതാമസം നേരിട്ടതോടെ അധികൃതർ ബാങ്കിൽ തന്നെ പ്രസവത്തിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കുകയായിരുന്നു. തുടർന്ന് സാർവേഷ ബാങ്കിനുള്ളിൽ തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവസാനം ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന വാർത്തയാണ് ലഭിക്കുന്നത്. എന്തായാലും പണമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ മോദി സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ നയം കൊണ്ട് ഒരു കാശ് പോലും ചിലവില്ലാതെ സുഖമായി പ്രസവിച്ചതിന്റെ സന്തോഷത്തിലാണ് യുവതിയും കുടുംബവും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. വാർത്തകളിലേക്ക്. ശൈത്യകാല സമ്മേളനത്തിൽ GST ബിൽ പാസാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിന് തിരിച്ചടി. നികുതി പിരിക്കാനുള്ള അവകാശം ഉൾപ്പെടെ നിർണായക വിഷയങ്ങളിൽ തീരുമാനമാകാതെ ദില്ലിയിൽ ചേർന്ന GST കൗൺസിൽ യോഗം പിരിഞ്ഞു. നോട്ട് നിരോധനം മൂലം സംസ്ഥാനത്തിനുണ്ടായ വരുമാന നഷ്ടത്തിന് കേന്ദ്രം നഷ്ടപരിഹാരം നൽകണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഡിസംബർ 16 അവസാനിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ മാതൃകാ GST ബിൽ ഉൾപ്പെടെ 3 ബില്ലുകൾ പാസാക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് നിലപാട് കടുപ്പിച്ച സംസ്ഥാനങ്ങളെ അനുനയിപ്പിക്കാൻ കേന്ദ്രത്തിനായില്ല. 1.5 കോടിക്ക് താഴെയുള്ള വിനിമയങ്ങൾക്ക് സേവന നികുതി പിരിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് വേണമെന്നായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം. State governments have all taken the view that there being a government closer to the people, the small producers and service providers should be primarily administered by them. എന്നാൽ സംസ്ഥാനങ്ങളുടെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല. നികുതി അധികാരത്തിൽ തീരുമാനമെടുക്കാതെ ബില്ലുകൾക്ക് കൗൺസിലിന്റെ അംഗീകാരം നൽകില്ലെന്ന് കേരളം, ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉറച്ച നിലപാടെടുത്തു. ഇതിനെ തുടർന്ന് ഡിസംബർ 11, 12 തീയതികളിൽ വീണ്ടും യോഗം ചേരാമെന്ന ധാരണയിൽ കൗൺസിൽ യോഗം പിരിഞ്ഞു. അടുത്ത യോഗത്തിലും തർക്ക വിഷയങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ GST നടപ്പാക്കാനാകില്ല. അങ്ങനെ വന്നാൽ സെപ്റ്റംബർ 1 മുതൽ GST നടപ്പാക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ ആലോചന. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ന് എറണാകുളം മുന്നിൽ. അറുപതാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ആദ്യ ദിനം എറണാകുളവും പാലക്കാടും മുന്നേറുന്നു. 58 പോയിന്റുമായി എറണാകുളം ആദ്യ ദിനം കീഴടക്കിയപ്പോൾ പാലക്കാടിന് 40 പോയിന്റാണുള്ളത്. 400 മീറ്ററിലെ മികച്ച പ്രകടനത്തിന്റെ കരുത്തിൽ 19 പോയിന്റുമായി കോഴിക്കോടും ആദ്യ ദിനം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ചാമ്പ്യൻ സ്കൂൾ ആകാനുള്ള പോരാട്ടത്തിൽ എറണാകുളം സെന്റ് ജോർജ് സ്കൂൾ 28 പോയിന്റുമായാണ് മുന്നിൽ. 16 പോയിന്റുമായി പൂവമ്പായി സ്കൂൾ 2ാം സ്ഥാനത്തുണ്ട്. 18 ഫൈനലുകളാണ് ഇന്ന് നടന്നത്. 400 മീറ്ററിൽ ഉഷ സ്കൂളിന്റെ കരുത്തിൽ കോഴിക്കോടിന്റെ കുതിപ്പാണ് കണ്ടത്. 3 സ്വർണമാണ് 400 മീറ്ററിൽ കോഴിക്കോട് നേടിയത്. അപ്രതീക്ഷിത കുതിപ്പിലൂടെ പത്തനംതിട്ടയും ഇടുക്കിയും 400 മീറ്ററിൽ വെന്നിക്കുടി പാറിച്ചു. ആദ്യ ദിനത്തിൽ ട്രാക്കിലെ ഗ്ലാമറിനുമായി കാത്തിരുന്ന 400 മീറ്റർ പോരാട്ടം സബ് ജൂനിയർ പെൺകുട്ടികളുടെ മത്സരത്തോടെയാണ് ആരംഭിച്ചത്. കാര്യമായ നിലവാരം പുലർത്താതിരുന്ന മത്സരത്തിൽ
എൽഗ തോമസിന്റെ സുവർണ നേട്ടത്തോടെ കോഴിക്കോട് മെഡൽ പട്ടികയിൽ ഇടം നേടി. എറണാകുളത്തിന്റെ മരിയ ജോജോ വെള്ളിയും മലപ്പുറത്തിന്റെ ലിഗ്ന വെങ്കലവും നേടി. ആവേശകരമായ പോരാട്ടം കണ്ട സബ് ജൂനിയർ ആൺകുട്ടികളിൽ എറണാകുളത്തിന്റെ മണിപ്പൂരി താരം വാരിഷ് ബോഗിയുമായി വലിയ വ്യത്യാസത്തിൽ സ്വർണമണിഞ്ഞപ്പോൾ പാലക്കാടിന്റെ അജയ് വിശ്വനാഥ് വെള്ളിയും തിരുവനന്തപുരത്തിന്റെ കണ്ണൻ വെങ്കലവും സ്വന്തമാക്കി. ജൂനിയർ ഗേൾസിലും കോഴിക്കോടിന് തന്നെയായിരുന്നു സ്വർണം. സൂര്യമോൾ സ്വർണമണിഞ്ഞപ്പോൾ എറണാകുളത്തെ ഗൗരീനന്ദന വെള്ളിയും കോഴിക്കോടിന്റെ തന്നെ ആദിത്യ വെങ്കലവും അണിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട ജൂനിയർ ആൺകുട്ടികളിൽ പ്രതീക്ഷകൾ തെറ്റിച്ച് പത്തനംതിട്ടയുടെ അനന്തു വിജയൻ സ്വർണദൂരം ഓടിക്കയറി. എറണാകുളത്തിന്റെ അഭിഷേക് മാത്യുവിനായിരുന്നു വെള്ളി. തിരുവനന്തപുരത്തിന്റെ നന്ദു മോഹൻ വെങ്കലവും പിടിച്ചടക്കി. ഏറ്റവും ആവേശം നിറഞ്ഞ സീനിയർ വിഭാഗത്തിൽ കോഴിക്കോടിന്റെ പെരുമ കാത്ത അബിത മേരി മാനുവൽ സ്വർണത്തിന്റെ അവകാശിയായി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ എറണാകുളത്തിനായി ശാലിനി വി കെ വെള്ളിയും പാലക്കാടിന്റെ അനില വേണു വെങ്കലത്തിലേക്കും ഓടിക്കയറി. ആൺകുട്ടികളിൽ സ്വർണം ഓടിയെടുത്ത് ഇടുക്കിയുടെ ആൽബിൻ ഞെട്ടിച്ചു. എറണാകുളത്തിന്റെ ശ്രീനാഥൻ കെ വെള്ളിയും സ്വന്തമാക്കി. ഉഷ സ്കൂളിന്റെ കരുത്തിൽ 3 സ്വർണവുമായി 400 മീറ്ററിൽ കോഴിക്കോടാണ് നേട്ടമുണ്ടാക്കിയത്. തേഞ്ഞിപ്പലത്ത് നിന്നും ക്യാമറാമാൻമാരായ ജിബേഷിനും ജയേഷിനും മനു എം നായർ. 400 മീറ്റർ മത്സരത്തിൽ സ്വർണം തൂത്തുവാരി മേധാവിത്വം സ്ഥാപിച്ച ഉഷ സ്കൂളിന്റെ പ്രകടനമാണ് ആദ്യ ദിനം വേറിട്ടു നിന്നത്. പെൺകുട്ടികളുടെ 3 വിഭാഗത്തിലുമായി 3 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകളാണ് ഉഷ സ്കൂളിലെ പെൺകുട്ടികൾ വാരിക്കൂട്ടിയത്. പതിവ് പോലെ 400 മീറ്ററിൽ ഉഷ സ്കൂളിന്റെ ആധിപത്യമാണ് കണ്ടത്. പെൺകുട്ടികളുടെ 3 വിഭാഗത്തിലുമായി 3 സ്വർണവും 1 വെങ്കലവുമാണ് ഉഷ സ്കൂളിലെ കുട്ടികൾ ഓടിയെടുത്തത്. സബ് ജൂനിയർ വിഭാഗത്തിൽ എൽഗ തോമസും ജൂനിയർ വിഭാഗത്തിൽ സൂര്യമോൾ ടിവിയും സീനിയർ വിഭാഗത്തിൽ അബിത മേരി മാനുവലുമാണ് മിന്നുന്ന പ്രകടനത്തിലൂടെ സ്വർണമണിഞ്ഞത്. ശക്തമായ പോരാട്ടം നടന്ന ജൂനിയർ വിഭാഗത്തിൽ ആദിത്യ കെ ടി വെങ്കലം സ്വന്തമാക്കി. മധ്യദൂരോട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അബിത ആദ്യമായാണ് 400ന്റെ ട്രാക്കിലിറങ്ങിയത്. 400 മീറ്റർ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. അതെന്ന് വെച്ചാൽ എന്നും എക്കാലവും ഈ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിജയിക്കുന്ന ഈവൻ്റാണ് നമ്മുടെ ഇന്ത്യയിൽ 400. ആ ഈവൻറ്റിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ മീറ്റിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയിടത്തു നിന്നാണ് ഉഷ സ്കൂൾ നില മെച്ചപ്പെടുത്തിയത്. ഇനി സ്പ്രിന്റ് ഇനങ്ങളിലും 800 മീറ്ററിലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് PT ഉഷയും കുട്ടികളും. ആദ്യ ദിനം ഉഷ സ്കൂളിന്റെ ചിറകിലേറി പോയിന്റ് നിലയിൽ കോഴിക്കോട് 3ാം സ്ഥാനത്തേക്ക് കുതിപ്പ് നടത്തി. തേഞ്ഞിപ്പലത്ത് നിന്നും സിജു കണ്ണൻ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെ 400 മീറ്ററിൽ മലയാള തിളക്കമല്ല, മറിച്ച് മണിപ്പൂരിന്റെ കുതിപ്പായിരുന്നു. കോതമംഗലത്തെ സെന്റ് ജോർജിനായി ട്രാക്കിലിറങ്ങിയത് മണിപ്പൂരി സ്വദേശിയായ ബാരിഷ് ബൊഹിമ. ബാരിഷ് ബൊഹിമ. ട്രാക്കിനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഏറെ ഇഷ്ടമുണ്ട് ഈ പേരിനോട്. ട്രാക്കിൽ കൊടുങ്കാറ്റാകാൻ അവന് കഴിയും എന്നതു മാത്രമല്ല കാര്യം. മണിപ്പൂരിൽ നിന്ന് മലയാള നാട്ടിലെത്തിയ അവന്റെ ഇന്നലകളുടെ കഥയും ശ്രദ്ധേയമാണ്. സബ് ജൂനിയർ വിഭാഗത്തിൽ കോതമംഗലം സെന്റ് ജോർജിനായി ബാരിഷ് ബൊഹിമ സ്വർണമണിഞ്ഞത് വ്യക്തമായ ആധിപത്യത്തോടെയാണ്. താനിത് പ്രതീക്ഷിച്ചിരുന്ന സ്വർണം തന്നെയാണെന്ന് മണിപ്പൂരി കലരാത്ത മലയാളത്തിൽ ബാരിഷ് പറയും. നന്നായിട്ട് ചെയ്യാൻ പറ്റി, നല്ല ടൈം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ കോച്ച് രാജ്പോൾ സാറ്, പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും നന്ദി. ഏഴ് വർഷം മുൻപാണ് മണിപ്പൂരിൽ നിന്ന് ബാരിഷ് കേരളത്തിലെത്തുന്നത്. കോഴിക്കോട് കൊളത്തറ മുസ്ലിം ഓർഫനേജിൽ. 4 വർഷം മുൻപ് കോതമംഗലം സെന്റ് ജോർജിലേക്ക്. കഴിഞ്ഞ മീറ്റിൽ 600-ലും 400 മീറ്ററിലും 80 മീറ്റർ ഹഡിൽസിലും ബാരിഷ് മത്സരിച്ചിരുന്നു. 600-ൽ സ്വർണവും 400-ലും 80 മീറ്റർ ഹഡിൽസിൽ വെള്ളിയും നേടിയിരുന്നു. ഇത്തവണയും ഇതേ ഇനങ്ങളിൽ മത്സരിക്കുന്ന ബാരിഷ് ബൊഹിമയുടെ ലക്ഷ്യം ട്രിപ്പിൾ സ്വർണമാണ്. തേഞ്ഞിപ്പാലത്തെ CH മുഹമ്മദ് കോയ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം അരുൺ VS. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച അത്യാഡംബര വേദിയിൽ വെച്ച് പ്രമുഖ വ്യവസായി ബിജു രമേശിന്റെയും മുൻ മന്ത്രി അടൂർ പ്രകാശിന്റെയും മക്കളുടെ വിവാഹ മാമാങ്കം നാളെ നടക്കും. തലസ്ഥാന നഗരി ഇന്നോളം കാണാത്ത വിവാഹ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. നോട്ട് ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വിവാഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിലും ഉയരുന്നത്. മുൻമന്ത്രി അടൂർ പ്രകാശിന്റെ മകൻ അജയ് കൃഷ്ണയുടെയും ബിജു രമേശിന്റെ മകൾ മേഘയുടെയും വിവാഹത്തിനാണ് തലസ്ഥാനം ഇന്നേവരെ കാണാത്ത ആഡംബരപൂർണമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. വെൺപാലവട്ടത്തിന് സമീപത്തെ പ്രത്യേകം തയ്യാറാക്കിയ ആഡംബര വേദിയിൽ വെച്ചാണ് വിവാഹം നടക്കുക. അക്ഷർധാം ക്ഷേത്രത്തിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ വേദിയിലാണ് ചടങ്ങുകൾ നടക്കുക. മൈസൂർ കൊട്ടാരത്തിന്റെ മാതൃകയിലാണ് മുൻവശത്തെ ഗേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്.
25,000 പേർക്കിരിക്കാവുന്ന കല്യാണപ്പന്തലിന് സമാന്തരമായി ഒരേ സമയം 6,000 പേർക്ക് ഭക്ഷണവും കഴിക്കാൻ കഴിയും. വിവാഹ ചടങ്ങിന് മാറ്റുകൂട്ടാൻ താരങ്ങൾ പങ്കെടുക്കുന്ന കലാസന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്. ലോകപ്രശസ്ത ദീപാലങ്കാര വിദഗ്ധൻ ബെക്കറ്റിന്റെ ലേസർ ഷോ ആവും ചടങ്ങിലെ മറ്റൊരാകർഷണം. കള്ളപ്പണം ഉപയോഗിച്ചാണ് താൻ മകളുടെ വിവാഹം നടത്തുന്നതെന്ന് ആരോപിക്കുന്നവർക്ക് കണക്കുകൾ പരിശോധിക്കാവുന്നതേ ഉള്ളൂ എന്ന് ബിജു രമേശ് പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. അതെന്തുണ്ടെങ്കിലും അത് അന്വേഷിക്കാം. കാര്യം എൻ്റെ ചുറ്റും ഈ കള്ളപ്പണത്തിൻ്റെ ആൾക്കാരാണ് കൂടെ ഉള്ളത്. ഈ ഒരുപാട് ഈ കൈക്കൂലി മേടിച്ച് കുട്ടികൾക്കെതിരെ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എന്നെ ഏത് രീതിയിലും മൈക്രോസ്കോപ്പ് വെച്ച് നോക്കും എന്നെനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ 100% അതിനകത്ത് ഒരു എല്ലാ കണക്കുകളും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ പോലും ആ പൈസ കൊടുത്ത് കണക്കിലാണ് കൊടുക്കുന്നത്. കല്യാണത്തിന് മുന്നോടിയായുള്ള സൽക്കാര ചടങ്ങുകൾ പ്രൗഢഗംഭീരമായിരുന്നു. ബിജു രമേശിന്റെ തന്നെ ഉടമസ്ഥതയിൽ പുതിയതായി ആരംഭിക്കുന്ന രാജധാനി ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ പ്രഥമ സംരംഭം കൂടിയാണ് മേഘയുടെയും അജയുടെയും വിവാഹം. 100-ൽ പരം വിഭവങ്ങളാണ് അതിഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. AIADMK നേതാവ് കൂടിയായ ബിജു രമേശിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ നേതൃത്വത്തിൽ 26 MLA-മാരും 12 MP-മാരും ഉൾപ്പെട്ട ഒരു സംഘം തലസ്ഥാനത്തെത്തും. നോട്ട് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ബിജു രമേശിന്റെയും അടൂർ പ്രകാശിന്റെയും മക്കളുടെ വിവാഹം ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞു. മേഘയുടെയും അജയുടെയും വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ KPC പ്രസിഡന്റ് VM സുധീരൻ വിമർശിച്ചിരുന്ന പശ്ചാത്തലത്തിൽ കല്യാണ ചടങ്ങുകൾക്ക് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമെന്നത് രാഷ്ട്രീയ കേരളം കൗതുകപൂർവ്വം കാത്തിരിക്കുന്നു. ജീവൻകുമാർ, തിരുവനന്തപുരം. ശബരിമല ശബരിപീഠത്തിനടുത്തു നിന്നും 360 കിലോ സ്ഫോടക വസ്തു പിടികൂടി. 30 കിലോ വീതം കൊള്ളുന്ന 12 കന്നാസുകളിലായി സൂക്ഷിച്ചതെന്ന നിലയിലായിരുന്നു വെടിമരുന്ന്. ഇത് വെടിവഴിപാടിനായി കൊണ്ടുവന്ന് സൂക്ഷിച്ചതാണെന്നാണ് സംശയം. വെടിവഴിപാടിനായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തവയെന്നാണ് സംശയം. എന്നാൽ വെടിവഴിപാട് ലൈസൻസ് എടുത്തയാൾക്ക് ഇത്ര വലിയ ഒരു ശേഖരം വെടിമരുന്നുകൾ സൂക്ഷിക്കാനുള്ള അനുമതിയില്ലെന്നാണ് പോലീസ് അധികൃതർ വ്യക്തമാക്കിയത്. ശബരിമലയുടെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് നടത്തിയ പരിശോധനയിലാണ് നേരത്തെ വെടിവഴിപാട് നടത്തിയ സ്ഥലത്ത് നിന്നും 100 മീറ്റർ മാറി വനത്തിനുള്ളിൽ 30 കിലോ വീതമുള്ള 12 കാനുകളിലെ വെടിമരുന്ന് ശേഖരം കണ്ടെടുത്തത്. ശബരിമലം ഭാഗത്തോട്ട് പോയ ടീം നമ്മുടെ ശബരിമലം വെടിവഴിപാട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ഒരു 100 മീറ്റർ അകത്ത് ഫോറസ്റ്റിനകത്തുനിന്ന് ഏതാണ്ട് 360 കിലോ വെടിമരുന്ന് ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് അനധികൃതമായിട്ട് സൂക്ഷിച്ചിരുന്നതാണ്. ശബരിമലയിൽ തിരക്ക് കൂടുന്നതിന്റെ പശ്ചാത്തലത്തിൽ 3 ദിവസം തുടർച്ചയായി ശബരിമലയും പരിസരവും പരിശോധിക്കാനാണ് തീരുമാനം. അതിനിടയിലാണ് അനധികൃത സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയതും. വിജേഷ് നെടുവിൽ, സന്നിധാനം. ഫിദലിന്റെ ചിതാവശിഷ്ടവും വഹിച്ചുള്ള വാഹനവ്യൂഹം സാന്റിയാഗോയിലേക്ക് അടുക്കുന്നു. 4-ാം തീയതിയാണ് സാന്റിയാഗോയിൽ ഫിദലിന് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിതാവശിഷ്ടങ്ങൾ സംസ്കരിക്കുക. സാന്റിയാഗോയിൽ നിന്നും MA ബേബി പീപ്പിൾ TVക്ക് വേണ്ടി നൽകിയ റിപ്പോർട്ടിലേക്ക്. ക്യൂബയുടെയും ലോകത്തെ പുരോഗമന ചിന്താഗതിക്കാരായ ജനകൂടികളുടെയും ആവേശവും പ്രകാശവുമായിരുന്ന സഖാവ് ഫിദൽ ഓർമ്മയായി തീർന്നിരിക്കുകയാണ്. ഞാനിത് കൈരളി പീപ്പിൾ ചാനലിന് വേണ്ടി പറയുമ്പോൾ സഖാവ് ഫിദൽ കാസ്ട്രോയുടെ ചിതാവശിഷ്ടങ്ങളുമായിട്ടുള്ള വാഹനവ്യൂഹം ക്യൂബയുടെ കിഴക്കേ ഭാഗത്തുള്ള പ്രധാന പട്ടണമായ സാന്റിയാഗോ ഡി ക്യൂബ ലക്ഷ്യമാക്കി അതിൻ്റെ പ്രയാണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കും.